ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് അസാധ്യങ്ങൾ പലതും സാധ്യമാകുന്ന ദിവസമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ എളിമയോടെ, വിശ്വസ്തയോടെ, താഴ്മയോടെ നമ്മുടെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ സമർപ്പിക്കാം. ഇന്ന് വരെ വഴി നടത്തിയ ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, അനുഗ്രഹങ്ങളുടെ ഉറവിടമായ ദൈവം, അവിടുത്തെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ അയച്ചു തരുന്നതിനു വേണ്ടി ഇന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്തു തരുന്ന ദിവസമാണ്. നിങ്ങളെ അലട്ടുന്ന എല്ലാ വിഷമങ്ങളെയും സമർപ്പിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവെ എന്നെ സഹായിക്കണമേ, എൻ്റെ ജീവിത ആവശ്യങ്ങളെ, എനിക്ക് അസാധ്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളെ ഇന്ന് എനിക്ക് നടത്തിത്തരണമേ. അനേക സമയം, അനേക നാൾ പരിശ്രമിച്ചിട്ടും നടക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് ദൈവത്തോട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവെ, നിന്റെ ഇടപെടൽ ഉണ്ട് എങ്കിൽ ആർക്കും അതിനെ മറികടക്കാൻ സാധിക്കുകയില്ല, ആർക്കും അതിനെതിരെ നിൽക്കാൻ സാധിക്കുകയില്ല. നിന്റെ ശക്തമായ ഇടപെടൽ ഇന്ന് എന്നോട് കൂടെ വേണം. അതിനാൽ ഞാൻ പോകുന്ന കാര്യങ്ങളിൽ, ഞാൻ ഇന്ന് ആഗ്രഹത്തോടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നടത്തിക്കിട്ടുന്നതിന് വേണ്ടി കർത്താവെ, നീ എൻ്റെ കൂടെ പ്രവർത്തിക്കണമേ. ഇന്ന് എനിക്കൊരു വലിയ അത്ഭുതം കാണാൻ എൻ്റെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് സാധ്യമാക്കി തരും. വിശ്വാസത്തോടെ, ദൈവമേ, നിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യുവിൻ. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ആധിപത്യം എന്നും എന്നേക്കും അവൻ്റേതായിരിക്കട്ടെ. ആമേൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ എളിമയും വിനയവുമുള്ള ഹൃദയത്തോടെ അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയുടെ സന്നിധി അണയുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസത്തെ മനോഹാരിത ദർശിക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ കർത്താവെ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയ കർത്താവെ, അങ്ങേക്ക് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി, ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി ഈ പ്രഭാതം കാണിച്ചു തന്ന ദൈവമേ, ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുവാൻ ആരോഗ്യവും ആയുസ്സും നൽകിയ കർത്താവെ, അങ്ങയുടെ നാമം സർവഭൂമിയിലും മഹത്വപ്പെടട്ടെ. കർത്താവെ, അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: അങ്ങയുടെ സന്നദ്ധിയിൽ താഴ്മയും വിനയവുമുള്ള ഹൃദയത്തിന് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നത്. കർത്താവേ, നീ ഇത്രമാത്രം ഞങ്ങളെ കരുതുന്നുണ്ട്, നീ ഇത്രമാത്രം എന്നെ കരുതുന്നു. എളിമയിലും വിശുദ്ധിയിലേക്കുമാണ് ഇന്നത്തെ എന്നെക്കുറിച്ചുള്ള നിന്റെ വിളി.
കർത്താവേ, എൻ്റെ ഓരോ ദുർഘട ഘട്ടങ്ങളിലും നീയാണ് എൻ്റെ ബലം. ദൈവമായ കർത്താവേ, ഇന്നത്തെ ദിവസം കൂടുതൽ പ്രചോദനം നൽകി വിശ്വാസത്തിൽ ഉയർന്ന് നിൽക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വിശ്വാസം നൽകി ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞാൻ എന്നെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ വിനയത്തോടെ സമർപ്പിക്കുന്നു. അങ്ങേക്കെല്ലാം സാധ്യമാണ്. അങ്ങയുടെ ശക്തമായ കരങ്ങൾ ഇന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സമയം, ഉത്തമമായ സമയം, അതിൽ കാത്തിരിക്കുവാൻ ഞങ്ങൾക്കിന്ന് കൃപ തരണമേ. ഞങ്ങളെ നീ ഉയർത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഭാരവും, പ്രയാസവും, ദുഃഖവും, വേദനയും, ഭയവും ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നാളത്തെ കാര്യങ്ങൾ, ഇനി എന്താകും, ജീവിതത്തിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വങ്ങളെ എതിരേൽക്കുവാൻ, ഇന്ന് ഉണ്ടാകാവുന്ന വെല്ലുവിളികളെ, പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് ശക്തിയും കൃപയും നൽകണമേ. കർത്താവേ, അങ്ങയുടെ കരുത്തും ബലവും നൽകി വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വിശ്വാസം ഞങ്ങൾ മുറുകെ പിടിക്കുന്നതിന് വേണ്ടി ഇന്ന് ഞങ്ങളുടെ വിശ്വാസത്തെ നീ ആഴപ്പെടുത്തണമേ. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാനുള്ള ആത്മവിശ്വാസം തരണമേ. കർത്താവേ, പ്രശ്നങ്ങൾ വരുമ്പോൾ, കാര്യങ്ങൾ അതിൻ്റെ ക്രമമനുസരിച്ച് നടക്കാത്തപ്പോൾ, ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തപ്പോൾ തളരാതെ നിന്നിൽ ദൃഷ്ടി ഉറപ്പിച്ച് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, തക്ക സമയത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ നീ ആഴപ്പെടുത്തണമേ. കർത്താവായ ദൈവമേ, ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളെയും ഇടപാടുകളെയും അവിടെ നിന്ന് തകർത്ത് കളയണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും ഞങ്ങൾക്കുള്ള സകലതിനും എതിരെയുള്ള ശത്രുവിൻ്റെ പോരാട്ടത്തെ ഇന്ന് നീ തകർത്ത് തരിപ്പണമാക്കണമേ. കർത്താവേ, ലോകത്തെ വിജയിച്ച എൻ്റെ യേശു ക്രിസ്തുവേ, പാപത്തെയും സാത്താനെയും വിജയിച്ച ഞങ്ങളുടെ കർത്താവായ യേശുവേ, നിന്നിൽ ഞങ്ങൾ അഭയം തേടുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ. കർത്താവേ, അങ്ങാണ് എൻ്റെ ആശ്രയം, എൻ്റെ കവചം, എൻ്റെ ശക്തി സങ്കേതം. അതിനാൽ ഞാൻ ഭയപ്പെടേണ്ടതില്ല. ഏതൊക്കെ തടസ്സങ്ങൾ, അസാധ്യങ്ങൾ, വെല്ലുവിളികൾ അങ്ങയുടെ ശക്തിയേക്കാളും അതീതമല്ല. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തെക്കാളും അങ്ങയുടെ ശക്തിയേക്കാളും മറ്റൊരു ശക്തിക്കും നിലനിൽക്കാൻ സാധിക്കുകയില്ല. അങ്ങയുടെ ശക്തിയുടെ മുൻപിൽ ഈ ലോകത്തിൻ്റെ ശക്തി ഒന്നുമല്ല. അങ്ങയുടെ ശക്തിയുടെ മുൻപിൽ സാത്താൻ ഒന്നുമല്ല. കർത്താവേ, ഞങ്ങളെ അലട്ടുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം നിന്റെ കരങ്ങൾ ശക്തമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഈ പുതിയ ദിവസത്തിലേക്ക് കാലുവെക്കുമ്പോൾ കർത്താവേ, യേശു ക്രിസ്തുവിൽ ഞങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടെ, സമാധാനത്തോടെ ഇന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് ആശ്വാസവും ശക്തിയും നൽകി ഇന്ന് നീ ഞങ്ങളെ സ്ഥിരീകരിക്കുകയും ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാകുവാൻ തക്കവണ്ണം ഇന്നത്തെ ദിവസത്തെ ഓരോ തീരുമാനങ്ങളും ജ്ഞാനപൂർവം എടുക്കുവാൻ, വിവേകത്തോടെ എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, അങ്ങയുടെ ആധിപത്യം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ, ഭവനത്തിൽ, വസ്തുവകകളിൽ, ഞങ്ങൾ ഇന്ന് ഇടപഴകുന്ന എല്ലാ വ്യക്തികളിലും മേഖലകളിലും നിന്റെ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ശക്തിയും ബലവും നൽകി പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഉന്മേഷവും ഉത്സാഹവും നൽകി ചെയ്തു തീർക്കേണ്ട ജോലികളെ ദൈവത്തിൻ്റെ കൃപയോടുകൂടെ ചെയ്തു തീർക്കുവാൻ, എല്ലാ കാര്യങ്ങളും വിജയവും മഹത്വവും ലഭിക്കുവാൻ ഇന്ന്
നീ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആവശ്യമായ ആത്മധൈര്യവും ശക്തിയും കൃപയും നൽകി ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രയാസങ്ങളെ എടുത്തു മാറ്റി ഇന്ന് നീ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ ഇന്ന് സഫലീകരിച്ചു തരണമേ. അസാധ്യങ്ങൾ എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇന്ന് നീ സാധ്യമാക്കി നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കൃപയും കരുത്തും നൽകണമേ. സകല തിന്മയിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി കാത്ത് സംരക്ഷിക്കണമേ. കർത്താവേ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് അയച്ചു കൊടുത്ത് ദൈവ ശുശ്രൂഷയിൽ ഏർപ്പെടുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ഇന്നൊരു വലിയ അത്ഭുതത്തിൻ്റെ അനുഗ്രഹത്തിന്റെ ദിവസമാക്കി മാറ്റണമേ. സന്തോഷത്തിന്റെയും ശക്തിയുടെയും ദിവസമാക്കി മാറ്റണമേ. വിജയത്തിന്റെ ദിവസമാക്കി മാറ്റണമേ. കർത്താവെ, എല്ലാ പ്രതികാര ബുദ്ധികളെയും തകർക്കുന്ന വിനയവും എളിമയും നൽകി ദൈവസന്നിധിയിൽ ശാന്തതയോടെ കർത്താവ് പ്രവർത്തിക്കുന്ന സമയം വരെ കാത്തിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപയും ശക്തിയും നൽകണമേ. ഒരു പുത്തൻ അഭിഷേകം നൽകി, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകി, വരങ്ങൾ നൽകി, ദാനങ്ങൾ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഒന്നുകൂടെ ഞാൻ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കാത്തുകൊള്ളണമേ. ഇന്ന് പരിപൂർണ സംരക്ഷണം എല്ലാ മേഖലകളിലും ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിനും കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ഞങ്ങൾക്കുള്ള സകലതിനും നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞാൻ സമർപ്പിച്ചു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, കരുണ ഉണ്ടാകണമേ. മാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹങ്ങളുടെ നിറവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയുവാൻ വൻ കാര്യങ്ങളെ ദൈവം ഇന്ന് ചെയ്യുന്നതിന് മാതാവേ, ഈ പ്രാർത്ഥനയെ നിന്റെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നീ സമർപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ അനുഗ്രഹങ്ങളുടെ തുറവി നൽകി അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് വിജയവും മഹത്വവും നൽകി ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. സകല അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും, സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്നും ഇന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും നിങ്ങൾക്കുള്ള സകലതിനെയും സകലരെയും പ്രത്യേകം അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ.